ഗൂഗിൾ പേ ഉണ്ടോ നിങ്ങളുടെ അക്കൗണ്ടിൽ? എന്നാൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് പൈസ ഇപ്പം തന്നെ പോയിട്ടുണ്ടാവും. ഒരു ഓഡിയോ കേൾപ്പിച്ചു തരാം, കേട്ടോ. ഹലോ, എല്ലാവർക്കും ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ മെസ്സേജ് ഇടുന്നത്. സ്ലീപ്പർ റെയിലുള്ള എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ജിപേയില് ഗൂഗിൾ പേയില് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമ്മൾ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ആർക്കാണോ അയച്ചേ അതിന് തൊട്ട് ഇപ്പുറത്തായിട്ട് രണ്ടുപേര് ഹാൻഡ് ഷേക്ക് ചെയ്യുന്ന ഒരു പോക്കറ്റ് മണി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വന്ന് കിടപ്പുണ്ട്. ഗൂഗിൾ പേന്റെ ഉള്ളിൽ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് എന്നാണ് മൂപ്പർ പറയുന്നത്. ആക്ച്വലി അത് ആപ്ലിക്കേഷൻ അല്ല, അതൊരു ഫീച്ചറാണ്. ഓക്കെ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് ആപ്ലിക്കേഷൻ അല്ല, അത് ഗൂഗിൾ പേന്റെ ഒരു ഫീച്ചറാണ്. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ഈ ഒരു ഓഡിയോ കേൾക്കുക. ചെയ്യാനോ അത് ഓപ്പൺ ചെയ്യാനോ പറ്റില്ല. അത് ഞാൻ ഓപ്പൺ ചെയ്തു. അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത എന്താന്ന് വെച്ചാൽ അതൊരു ഫീച്ചറാണ്, ആപ്ലിക്കേഷൻ അല്ല. ഓക്കെ, ഇപ്പൊ എന്റെ ഒരു 10,100 രൂപ ഇപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്റെ അക്കൗണ്ടിൽ നിന്ന് കട്ടായി പോയി. അത് ആർക്കാണോ ഗൂഗിൾ പേന്ന് നമ്മുടെ UPI പിന്ന് കൊടുക്കാണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഓട്ടോ പേ സെറ്റ് ചെയ്യാണ്ട് നിങ്ങളുടെ ഗൂഗിൾ പേന്ന് ഒരിക്കലും അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കിൽ നിന്ന് പൈസ പോവില്ല. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കി കേൾക്കുക. ട്രാൻസാക്ഷൻ പോയിട്ടുണ്ട്, ആർക്കാണോ കിട്ടിയെന്നൊന്നും ഡീറ്റെയിൽസ് പോലും എടുക്കാൻ പറ്റുന്നില്ല. അതൊരു സ്കാം ആണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ ലാസ്റ്റ് ട്രാൻസാക്ഷൻ, ലാസ്റ്റ് ആർക്കാണോ ഗൂഗിൾ പേ അയച്ചു കൊടുത്തേ അതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾ അതിനകത്ത് അറിയാതെ തൊട്ടാണെങ്കിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് അതേ എമൗണ്ട് അതിൽ നിന്ന് ഡിഡക്റ്റ് ആവും. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക. അതൊരു സ്കാം ആണ്. 10,100 rupees ആണ് ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ നിന്ന് പോയത്. എല്ലാരും ശ്രദ്ധിക്കുക. അതിന്റെ അകത്തൊരു എങ്ങനെ ഇത്ര മണ്ടത്തരം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പോക്കറ്റ് മണി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ സ്കാം ആണ്. ഗൂഗിൾ പേയില് പറ്റുന്ന ആൾക്കാരെല്ലാരും ഗൂഗിൾ പേ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക പ്ലീസ്. ഇതായിട്ട് നോക്കുക. ഇപ്പൊ അത് RM സീറ്റിൽ ഇപ്പൊ ഒരാൾ ഇട്ടിട്ടുണ്ട്. എനിക്കതിപ്പോ എന്റെ കയ്യിൽ നിന്ന് എമൗണ്ട് പോയിട്ടുണ്ട്. ആ എമൗണ്ട് പോയത് നമ്മൾ അക്കൗണ്ടിൽ കാണിക്കുന്നില്ല. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നോക്കിയപ്പോലും അതിന്റെ അകത്ത് കാണുന്നില്ല. ആർക്കാണ് അയച്ചതെന്ന് ആരാണ് എടുത്തതെന്ന് ഒന്നും അറിയാൻ പറ്റില്ല. ഇപ്പൊ സൈബർ സെല്ലിലോട്ട് ഒരു കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ്. സൈബർ സെല്ലിൽ പോയിട്ടുണ്ടെങ്കിൽ ആട്ടി ഓടിക്കും ഇതും കൊണ്ട്. ഇത് എല്ലാരും നോക്കുക. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ലെഫ്റ്റ് കോർണറിൽ ടോപ്പായിട്ട് നമ്മളെ കയ്യിൽ ഒരു സിഗ്നൽ കാണിക്കും. രണ്ടുപേര് ഹാൻഡ് ഷേക്ക് ചെയ്യുന്നത്. പോക്കറ്റ് മണി എന്നാണ് അതിന്റെ പേര്. മിക്കവാറും എല്ലാവരുടെ GPay അക്കൗണ്ടിലും അത് വന്നിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക, അത് നോക്കുക. ഇതാണ് ഓഡിയോ, കേട്ടല്ലോ. ഗൂഗിൾ പേയിൽ ഒരു സാധനം വന്നിട്ടുണ്ട്. സോ നമുക്ക് അത് ചെന്ന് നോക്കാം. ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചാൽ ഞാനത് GPay എടുത്തിട്ട് ഞാൻ ലോക്ക് തുറന്ന് ഇവിടെ കണ്ട് പോക്കറ്റ് മണി എന്ന് മറ്റേ സാധനമുണ്ട്. ഇത് തൊട്ട് കഴിഞ്ഞാൽ പൈസ പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ തൊടുകയും പോകണം കേട്ടോ. തൊട്ട് എന്തെങ്കിലും നടന്നോ? ഇല്ല. ഇന്ന് പൈസ പോകണമെങ്കിൽ നിങ്ങളിവിടെ സെറ്റപ്പ് ചെയ്യണം. UPI സർക്കിളിൽ സെറ്റപ്പ് ചെയ്യണം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോക്കറ്റ് മണിയൊക്കെ കൊടുക്കുമല്ലോ പണ്ട് കാലത്ത്, കയ്യിൽ വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം അത് ഡിജിറ്റൽ ആക്കിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ഡിജിറ്റലായിട്ട് സെറ്റ് ചെയ്യാം. ഒരു ഫിഗർ, ഒരു മന്ത്ലി ഇത്ര ഫിഗർ വേണമെങ്കിൽ അത് ലിമിറ്റ് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് 1000 രൂപയാണെങ്കിൽ മന്ത്ലി 1000 രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. അത് നിങ്ങൾ കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. അത് നിങ്ങൾ ഈ ഒരു പെർമിഷൻ കൊടുത്തതിന് ശേഷം അവർക്ക് പേ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോയിക്കോളും. അത് നിങ്ങൾ ലിമിറ്റ് വെച്ചിട്ടുണ്ട്, ആ ഒരു ലിമിറ്റ് വരെ അത് പോവുള്ളൂ. ആ സംവിധാനമാണ് ഇത്. അല്ലാണ്ട് നിങ്ങൾ ഇതിൽ പറയുന്ന പോലെ, ഓഡിയോയിൽ പറയുന്ന പോലെ അത് സ്കാമാണ്, അത് വേറൊരു ആപ്ലിക്കേഷനാണ്, അത് ഓട്ടോമാറ്റിക് പൈസ പോവും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊന്നും ഉള്ളതല്ല. അയാളുടെ ആ ഒരു ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ റെഡിക്ക് ഉള്ളതാണെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ ഓഡിയോ മുഴുവനായിട്ട് കേൾപ്പിച്ച് തന്നിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് അങ്ങനത്തെ സ്കാമോ കാര്യങ്ങളൊന്നുമല്ല, അതൊരു ഫീച്ചറാണ്, ഗൂഗിൾ പേൻ്റെ ഒരു ഫീച്ചറാണ്. അപ്പോൾ ഗൂഗിൾ പേ അത് ഉണ്ടായെന്ന് വെച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നില്ല. ഇത് സെറ്റ് ചെയ്താലും മാത്രമേ പോകുള്ളൂ. അത് സെറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്തു തരാം. അല്ലാണ്ട് ഇത് സെറ്റ് ചെയ്യാണ്ട് ഇത് ഉണ്ട് എന്ന് വെച്ച്, ഈ ഒരു ഫീച്ചർ വന്നതെന്ന് വെച്ച് ഓട്ടോമാറ്റിക് ആരുടെ അക്കൗണ്ടൊന്നും പൈസ ഒന്നും പോയില്ല. അത്രയേ ഉള്ളൂ. ഇത് കേട്ട് പാനിക്കായിട്ട് അൺഇൻസ്റ്റാളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, പിന്നെ ഇതുപോലത്തെ ഫേക്ക് ആയിട്ടുള്ള ഓഡിയോ ക്ലിപ്പൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. അത്ര തന്നെ. ബൈ.